12 ഡിവിഷൻ്റെ കമാൻഡർ 2 ഇൻഫൻട്രി ബ്രിഗേഡുകളിലോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോങ് പല പോസ്റ്റും ഇവരുടെ അടുത്ത് ഒരു ആർമഡ് റെജിമെൻറ്റും ഉണ്ടായിരുന്നു, അതുകൂടാതെ വേറൊരു സ്ക്വാഡനും ഉണ്ടായിരുന്നു. ഒരു ആർമഡ് റെജിമെൻറ്റിൽ, പാകിസ്ഥാൻ്റെ ആർമഡ് റെജിമെൻറ്റിൽ 41 ടാങ്കുകളാണ്. ഒരു സ്ക്വാഡനിൽ, നമ്മുടെ സ്ക്വാഡനിൽ 14 ടാങ്കുകളുണ്ടാവും. ഇവരുടെ ഒരു സ്ക്വാഡനിൽ 13 ടാങ്കുകളാണ്. അപ്പോൾ നമ്മുടെ ഒരു ആർമഡ് റെജിമെൻറ്റ് 45 ടാങ്കുകളാണ്, 3 സ്ക്വാഡൻ, അപ്പോൾ 42 ടാങ്കുകളായി. പിന്നെ 3 കമാൻഡ് ടാങ്ക്സ്, അങ്ങനെ 45. ഇവരുടെ ഒരു സ്ക്വാഡനിൽ 13 ടാങ്കുകളാണ്. അപ്പോൾ ഒരു സ്ക്വാഡനിൽ 13 ടാങ്ക്, പിന്നെ അപ്പോൾ 39 കമാൻഡ് ടാങ്കുകൾ, അപ്പോൾ 41 ടാങ്കുകളായില്ലേ. ഇവരുടെ അടുത്ത് ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് പ്രകാരം ഇവരുടെ അടുത്ത് ഒരു 52 മുതൽ 58 വരെ ടാങ്കുകളുണ്ടെന്നാണ്. എക്സാക്ട് ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല വൈജത്ത്. സോ വൈജത്ത്, ഈ 120 ആൾക്കാരെ ഫേസ് ചെയ്തത്, അഥവാ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നത് ഏകദേശം 2000 മുതൽ 2400 പട്ടാളക്കാരും 52 മുതൽ 58 ടാങ്കുകളുമാണ്. ഇവരുടെ അടുത്ത് ടാങ്കുകളില്ല. അതായത് നമ്മുടെ ആൽഫ കമ്പനി 23 പഞ്ചാബിൻ്റെ ആൽഫ കമ്പനിയുടെ അടുത്ത് ടാങ്കുകളില്ല. സപ്പോർട്ടിനായിട്ട് 23 പഞ്ചാബിൻ്റെ ആൽഫ കമ്പനിയുടെ അടുത്ത് ഉണ്ടായിരുന്നത് 2 RCL വെപ്പൻസും 2 റോക്കറ്റ് ലോഞ്ചേഴ്സ് അവരുടെ ആ കമ്പനിയിലുണ്ടാവുന്ന 2 മീഡിയം പൊസിഷൻ ഗണ്ണും. ഇത്ര വെപ്പൻസ് ഇവരുടെ അടുത്ത് ഉള്ളൂ.